നീ ഇതെവിടെ പോയി? ഇതെന്താണ് കയ്യില് ഫയലും രേഖകളും ഒക്കെ? ഇനിയിപ്പോ പഴയതുപോലെ കറങ്ങി നടക്കാനൊന്നും പറ്റില്ലല്ലോ, ഉത്തരവാദിത്തങ്ങളൊക്കെ ആയില്ലേ താത്ത. എന്താ ഭാര്യ പ്രസവിച്ചോ? താനിപ്പോ അല്പൻ അർത്ഥം കിട്ടിയ പോലെ. പാവം കോവാലം മോലാളി മോളുടെ മനസ്സടിച്ചു മാറ്റിയവരെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാലുള്ള ഭൂകമ്പം ഓർക്കുമ്പോഴാ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, പവിത്രമായ ഈ ബന്ധം കെട്ടിൽ അവസാനിക്കും. പക്ഷേ താലികെട്ടിലല്ലെന്ന് മാത്രം. പിന്നെ വേറൊരു കെട്ട്, ആൽത്തറക്കെട്ട്. നമ്മളന്ന് കോഴി മോട്ടിക്കാൻ ചെന്ന് പിടിക്കപ്പെട്ടപ്പോ നമ്മളെന്ന് കെട്ടിയിട്ടില്ലേ, അതുപോലെ അതേ ആൽത്തറയിൽ വീണ്ടും ഒരു മഹാദുരന്തം കൂടെ സംഭവിക്കാൻ പോകുന്നടാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് പ്രതിബന്ധങ്ങളും എനിക്കൊരു പ്രശ്നമല്ല. കാറ്റിന്റെ നിഴലും പെണ്ണിന്റെ മനസ്സും പുരുഷന്റെ ഭാഗ്യവും ആർക്കും തിട്ടപ്പെടുത്താൻ പറ്റില്ലെന്ന ചൊല്ല്. അത് നിന്റെ കാര്യത്തിൽ 100% ശരിയാ. എത്ര ഈസി ആയിട്ടോ നീ ഞങ്ങളുടെയൊക്കെ ബോസായത്. ബോസും മണ്ണാങ്കട്ടൊന്നും എനിക്കാവണ്ട. സ്വത്തും പണവും കണ്ടിട്ടൊന്നുമല്ല ഞാൻ അവളെ സ്നേഹിച്ചത്. ഗോപാലൻ മുതലാളിയുടെ സീമന്തപുത്രിയെ പെണ്ണ് കെട്ടുന്നവൻ ഒരു നിസാരക്കാരനാകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. സത്യത്തിൽ സ്വന്തമായ ചില പദ്ധതികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് പദ്ധതി? ഇത് കണ്ടോ, പ്രോജക്ട് റിപ്പോർട്ട്. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനത്തിലാണ് ഞാനിപ്പോൾ. നീ കാര്യം എന്താന്ന് പറടാ. ഒരു പോൾട്രി ഫാം. അയ്യേ, കോഴി വളർത്തൽ കേന്ദ്രോ? എന്താ ഇഷ്ടമില്ല? നിനക്ക് വേറെ ഒരു പണിയും കിട്ടിയില്ലേ? വല്ല കമ്പ്യൂട്ടർ കോഴ്സ് തുടങ്ങേണ്ടതിന് വരെ കോഴി വളർത്തൽ കേന്ദ്രം. കോഴിന്ന് കേൾക്കുമ്പോ തന്നെ പേടിയാവുക. നീ ഇപ്പൊ അതിനെ ഒന്നായിട്ട് കൂട്ടിലാക്കാൻ പോവാ. എന്തൊരു വിരോധാഭാസം. ഇനിയിപ്പോ എന്തായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഏതായാലും തീരുമാനിച്ച സ്ഥിതിക്ക് ഞങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നീ കോഴിക്കൃഷി നടത്തി ഭാവിയിൽ വലിയൊരു കോഴി മുതലാളിയായി തീരട്ടെ. അങ്ങനെ നാട്ടുകാർക്കിടയിൽ നീ കോഴിമുരളി എന്നറിയപ്പെടട്ടെ. ആശംസകൾ. വൃത്തിയട്ടവനെ. സൈറ്റ് ഫോർ മുരളീസ് പൗൾട്രി ഫാം. ഉഗ്രനായിട്ടുണ്ട്. ഇനി എന്താ വേണ്ടേ? ഇനി ഒരു 50,000 രൂപയെങ്കിലും നെറ്റ് ക്യാഷ് കൈ വേണം. ബാക്കിയെല്ലാം ഓക്കെ. ഇന്നത്തെ കാലത്ത് 50 മണീസ് ഒക്കെ ഒരു പ്രശ്നമാണോ? എന്താ തരപ്പെടുത്താൻ പറ്റുമോ? സോറി, ഞാൻ അല്പ ടൈറ്റ് ആണ്. എപ്പോഴാ ലൂസ് ആവുക? എടോ, കക്ഷത്തിൽ ഈ ഡയറിയും വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയല്ലോ. അല്ല, തനിക്കൊരു മാസം എന്ത് കിട്ടും? പെണ്ണിന്റെ വയസ്സും ആണിന്റെ വരുമാനവും പുറത്തു പറയുന്ന, എന്നാലും താനായതുകൊണ്ട് ഞാൻ പറയാം, ഒരു 10,000 എല്ലാ മാസവും ഞാൻ ഏൺ ചെയ്യും. ഈ 10,000 എന്ന് ഉദ്ദേശിച്ചത് 10,000-ന്? അതെ, എന്താ സംശയം? സംശയമൊന്നുമില്ല, പക്ഷെ അതൊന്നൊരു 0 ഞാൻ എടുക്കും. എടുത്തോ. അപ്പൊ 1000? അയ്യോ, അത് പോരാ, അത് പോരാ. എങ്കിൽ 1ന്റെ സ്ഥാനത്ത് 2 ചേർത്ത് നമുക്കതിന് 2000 എന്ന് വിളിക്കാം. അതുപോരെ വിശാലാക്ഷ? അത് പോരാ മുരളി, 3000 ഒന്നെങ്കിലും വിളിക്കണം. കാമുകിയെ ഇംപ്രസ് ചെയ്യിക്കാൻ പറയുന്ന കള്ളക്കണക്കുകളൊക്കെ എന്നോട് പറയരുത്, മനസ്സിലായോ? അല്ല, തന്റെ പ്രേമമൊക്കെ ഏതുവരെ? വിധിയുള്ളവന് എന്നായാലും നിധി കിട്ടുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. പ്രേമത്തിന് കണ്ണില്ല കാതില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ശരീരവും ആവശ്യമില്ലെന്ന് ഇപ്പഴാ മനസ്സിലായി. കുഞ്ചു ഇപ്പൊ എങ്ങനെ? കഴുകാൻ ഒരുപാട് മുഖവും ചീകാൻ അല്പമാത്രം മുടിയുമുള്ള ആ കഷണ്ടിക്കാരനാണ് ഞങ്ങളുടെ ബന്ധത്തിന് മുന്നിൽ ഏറ്റവും വലിയ ചോദിക്കുന്നത്. എന്നാൽ ഈ ആശ്ചര്യ ചിഹ്നത്തിന് ഒഴിഞ്ഞു മാറി നിൽക്കാതെ നേരിട്ട് കുഞ്ചുനോട് എന്ന് പറഞ്ഞൂടെ? എന്താ തല്ലൂന്നുള്ള പേടിയാ? ഏയ്, പേടിയൊന്നുമില്ല. ഈ ശരീരം കണ്ടാലേ അങ്ങനെ ഒരു സാഹസത്തിന് ആരും മുതിരില്ല. എടോ, വത്സലെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് നേരിട്ട് എന്ന് പറ. കാമുകിക്ക് ഭാര്യയാവാൻ സമ്മതം, പക്ഷെ ആങ്ങളെ അളിയനാവാൻ വയ്യ. ആ സമ്പ്രദായം ശരിയല്ലല്ലോ. ഇതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നേരിട്ട് എന്ന് ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചു. ആഹാ, കണ്ട തെണ്ടികളോടൊന്നും ഞാൻ സംസാരിക്കാറില്ല. ഞാൻ സംസാരിക്കാറുണ്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് പോകുന്നത്. എന്റെ പെങ്ങളെ പെണ്ണ് ചോദിക്കാൻ നിനക്കെന്താ ഭ്രാന്തുണ്ടോ? എന്താ, ഭ്രാന്തന്മാർക്ക് മാത്രമേ പെങ്ങളെ കൊടുക്കോളുന്നുണ്ടോ? പെണ്ണന്വേഷിച്ച് വന്നിരിക്കുന്ന ഒരു മാന്യൻ. എടാ, നീയും കഴുതയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളേ? നീ ഞാനും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെ. പോടാ, പോകാം. പക്ഷെ ഒരു കാര്യം, എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ നിന്റെ പെങ്ങളെ കെട്ടിയിരിക്കും. അന്ന് ഞാൻ നിന്നെ തട്ടുവിടാ കൊക്കെ. ആഹാ, ഒന്നുകിൽ ഞാൻ നിന്റെ പെങ്ങളുടെ ഭർത്താവ്, അല്ലെങ്കിൽ നിന്റെ കൊലയാളി. സൂക്ഷിച്ചോളൂ. എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരു നീർക്കോല് മതി അത്താഴം മുടക്കാൻ. പേടിക്കണ്ട, നിന്നെ തട്ടില്ല, പക്ഷെ അവൻ നിന്റെ പെങ്ങളെ കെട്ടും. അങ്ങനെ സംഭവിച്ചാ എന്ത് ചെയ്യും? ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്നാ പിന്നെ അതാ നല്ലത്. വല്ല പ്യൂണിന്റെ പോസ്റ്റ് ആയാലും ശരി, എന്താ കൈക്കൂലി കൊടുക്കണ്ടെന്ന് വെച്ചാ PF ലോൺ എടുത്തിട്ടായാലും ഞാൻ തരാം. അല്ലാതെ ഈ ഒരു കാര്യത്തിന് എന്റെ അടുത്ത് നിന്ന് പൈസ പോലും കിട്ടില്ല. അമ്മ കരുതും പോലല്ല ഈ പോൾട്രി ഫാം എന്ന് വെച്ചാ. എനിക്ക് കേക്കണ്ട. വടക്കേപ്പറമ്പിൽ നാട്ടിയ ബോർഡ് കാണുമ്പോഴേ ആൾക്കാർ ചിരിക്കുക. മുരളീസ് പോൾട്രി ഫാം. മറ്റൊരു തൊഴിലും കണ്ടില്ലേ നീ? വാഷിയുടെ കാര്യത്തില്
അച്ഛന്റെ മോനാണ് ഞാനെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. വാശി മാത്രമല്ല, ശീലക്കേട് മുഴുവനും അച്ഛന്റെ കിട്ടിയിരിക്കുക. എന്ന് ആ അച്ഛന്റെ മോന്റെ ഒരു പ്രവചനം കൂടെ കേട്ടോളൂ. മാധവി ടീച്ചറുടെ ഒരു സഹായവും കൂടാതെ തന്നെ വടക്കേ പറമ്പിൽ മുരളീസ് പോൾട്രി ഫാം ഉയരും. ഇപ്പൊ എനിക്ക് വിളമ്പി തരുന്നത് പോലെ ഈ കൈ കൊണ്ട് എന്റെ കോഴിക്കുഞ്ഞുങ്ങൾക്കും മാധവി ടീച്ചർ തീറ്റ വിളമ്പും. എന്താ സംശയം ഉണ്ടോ? എവിടുന്നാ കാശ്? സോറി, അത് മാധവി ടീച്ചർ അറിയണ്ട. മാനേജർ ആള് ഡീസന്റ് ആണ്. ലോൺ അനുവദിക്കുന്ന കാര്യത്തിൽ മാക്സിമം പുള്ളി സഹായിക്കും ചെയ്യും. പക്ഷേ ബോർഡ് മീറ്റിംഗിന്റെ തീരുമാനത്തിലാണ് പ്രശ്നം. ആ എടാ, മാക്സിമം മുരളിക്കിട്ട് ആ പ്രസിഡന്റ് പാര പണിയും. അത് 7:30 എത്ര മണി എഴുതി വെച്ചോ. അഥവാ ലോൺ അനുവദിച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നെന്താ ഒരു മാർഗം? ആ ഒരു ആത്മാർത്ഥ സുഹൃത്ത് നിലയിൽ എനിക്കൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ത്? ഹൃദയം നേരത്തെ തന്നെ ഞാൻ മറ്റൊരാൾക്ക് തീർ എഴുതി കൊടുത്തു കഴിഞ്ഞു. ഇനി കിഷ്ണി. കിഷ്ണിയല്ല, കിഡ്നി. ആ അത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഉപകരിക്കുമെങ്കിൽ അത് ഞാൻ ദാനമായി നൽകാം. ഈ ശരീരത്തിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ തന്നെ ദേ ഇത്തിരി പോന്നായിരിക്കും. അത് വിറ്റ വലിയ കാശൊന്നും കിട്ടില്ല. ഹേ. ശ്ശോ, എന്താ? ആ പ്രതീക്ഷയും തകർന്നു. മുരളി എന്താ ഇനി വരാത്തത്? ബോർഡ് ചെയർമാൻ കൂടിയായ പ്രസിഡന്റും ഇങ്ങനെ എതിർക്കുമ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അഭ്യസ്ത വിദ്യന് ചെയ്യുന്ന ഉപകാരം എന്ന നിലയ്ക്ക് സാർ എന്തെങ്കിലും. അഭ്യാസവും വിദ്യയും ഒക്കെ കയ്യിലിരിക്കട്ടെ. താൻ ബാങ്കിന്റെ പണം വാങ്ങി കോഴിയെ പോയിക്ക. കറുത്ത കോഴിയെ നാട്ടുകാർ തിരിച്ചു പിടിക്കാൻ കൂട്ടത്തോടെ വരുമ്പം എന്ത് ചെയ്യും? അപ്പം ബാങ്കിന്റെ മുതൽ എന്താ ഗ്യാരണ്ടി? ആ കേക്കട്ടെ കേക്കട്ടെ. പ്രസിഡന്റ് പറയുന്നതിലും കാര്യമുണ്ട്. എന്തായാലും ലോൺ അനുവദിക്കുന്ന പ്രശ്നമില്ല. നേരെ നിറയും കെട്ട ഇത്ര രാഷ്ട്രീയ കോമരങ്ങളുടെ വക്കാലത്തില്ലാതെ സാറിന് പേഴ്സണൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നാ പേഴ്സണലായിട്ട് എന്താ കിട്ടുക അങ്ങോട്ട് വാങ്ങിച്ചോ. പാടൂ. സോറി മുരളി, ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജർ എന്ന നിലയ്ക്ക് എനിക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. കോഴിയെ വളർത്താൻ ലോണ് ഇങ്ങനെയാണെങ്കിൽ കുറുക്കനെ വളർത്താൻ ലോൺ ചോദിക്കില്ലേ? ഞാൻ പ്രസിഡന്റ് ആവുന്ന കാലത്തോളം അത് നടക്കാൻ പോകില്ല. പ്രസിഡന്റ് ദേഷ്യപ്പെട്ട പറഞ്ഞത്. അപ്പൊ പാര തന്നെ. ലോണ് കിട്ടുമോ? ആ എന്നാ പറഞ്ഞത്. എന്നാ ഞങ്ങൾ വരട്ടെ. കിട്ടും കിട്ടും, ഇപ്പൊ തന്നെ കിട്ടും. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതുപോലത്തെ ലോൺ കിട്ടിയില്ലെങ്കിൽ എന്റെ കാര്യം സേഫ് ആണ്. കാരണം റാങ്ക് ലിസ്റ്റിലൊക്കെ എന്റെ പേരുണ്ട്. അമ്പടോ. അയ്യോ, എന്താടാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞ കോളാമ്പിയോ? തുപ്പിത്തോപ്പിക്കണോ? തോന്നിവാസം കാണിച്ച പിന്നെ നാവുണ്ടാവില്ല. അടിച്ച് പയ്യം കൊഴിക്കും. കള്ളത്തിരുമാലികളെ. നമസ്കാരം. നമസ്കാരം. ഇയാൾക്കെന്താ വട്ടായി പോയോ? എന്തിനാ എന്നെ തല്ലിയത്? മുരളി ലോൺ ചോദിച്ചോണ്ടായിരിക്കും. ശരിയാ, അതാവാനാണ് സാധ്യത. കിട്ടിയില്ല. പ്രസിഡന്റ് പാര ഇവനിട്ട് കിട്ടി. തനിക്കിട്ട് പാരയും ഇവനിട്ട് അടിയും. നല്ല ചേർച്ച. അല്ല അതിനിപ്പോ ഞാൻ എന്താ ചെയ്ത്? എന്തായാലും ഉള്ളത് കിട്ടിയില്ലേ, അതിനെന്തിനാ എത്ര ടെൻഷൻ അടിക്കണേ? അത് മഹാ ബോറായി പോയല്ലോ. ഒരു ഇരുട്ടടി അയാൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. എന്തിനാ ഇരട്ടടിയാക്കണേ? അതൊക്കെ റിസ്ക് ആണ്. നമുക്ക് വെളിച്ചത്തിട്ടടിക്കാം. എന്നിട്ട് വേണം നാട്ടുകാരായി നമുക്ക് കിട്ടാൻ. ഇന്ന് രാത്രി തന്നെ എന്ത് ത്യാഗം സഹിച്ചായാലും അയാൾക്കിട്ട് 2 കൊടുക്കണം. എങ്കിലൊരു ബൈക്ക് കടം കിട്ടും, കൂടെ 2 ഹെൽമെറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഇരട്ടടി നമുക്ക് യൂറോപ്യൻ സ്റ്റൈലാക്കാം. സംഘടിപ്പിക്കാം. അശോക, എങ്ങനെയുണ്ടായിരുന്നു എന്റെ പ്രസംഗം? കലക്കി. പൊടി പാറ്റിയില്ലടാ. നീ എന്ത് വിചാരിച്ചടാ എന്നെ പറ്റി? ഈ പഞ്ചായത്ത് അയ്യോ എന്താടാ കാര്യം പറഞ്ഞു? ഒരു ഇരുട്ടടി കൂടി ബാക്കിയുണ്ട്. അത് നിന്റെ അളിയനല്ലേ? അതെ, പഴയ ഒരു കടത്തിൽപ്പെട്ടത്. ഈ ചാൻസിന് ഉപയോഗിക്കാം. അപ്പൊ തട്ടല്ലേ? നല്ല അളിയൻ. പ്രകാശ, ആരെ ഫോളോ ചെയ്യുന്നുണ്ട്? അതിനിപ്പോ എന്താ? എടാ നമ്മളെ പിടിക്കാനാവും. അയ്യോ അടിച്ചു വിട്ടോ. പ്രകാശ നിർത്ത്. എന്താടാ? അതാ വിശാലാക്ഷൻ. ഇവനോട് വരുന്നു. രക്ഷപ്പെടാൻ പറ്റിയ ഒരു മാർഗമുണ്ട്. എങ്ങനെ? ഹെൽമെറ്റ് കൈ കൊടുത്ത് ബൈക്കിന് നമുക്ക് നീർക്കൂലിയെ കാവൽ നിർത്താം. കൊള്ളാം. വിശാല നിന്ന്.
ഇത് ഏത് ഗ്രഹത്തിൽ നിന്ന് വരുന്നു? കാരാഗ്രഹത്തിന്ന് ആഹാ. രാവിലെ തുടങ്ങിയത് ഞങ്ങൾ ഈ ബൈക്ക് യാത്ര. ഇതുവരെ മൂത്രം ഒഴിക്കാൻ പറ്റിയില്ല. അപ്പൊ വണ്ടിയിൽ മൂത്രം ഒഴിക്കണേ പെട്രോൾ അല്ലേ? അതല്ല, ഞങ്ങൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് മൂത്രം ഒഴിക്കാൻ ആ പറ്റി. ഒഴിച്ചോ ഒഴിച്ചോ ഒഴിച്ചോ. മൂത്രം മുടിച്ച് നടക്കണം. മൂത്രം മണ്ടേ കയറും. അയ്യോ. ആ, തല ഹെൽമെറ്റ് കൊടുങ്ങാട് ആ, നോക്കണേ. ഓക്കേ. വലിപ്പമുള്ളതുകൊണ്ടാ. നിൽക്കുന്നവൻ ആ, നിർത്തോടെ നിർത്താപ്പറ പോവാ നിർത്ത്. അല്ല ഇതാര് പഞ്ചായത്ത് പ്രസിഡന്റ് ഫാൻസി ഡ്രസ് ഉണ്ടായിരുന്നു? ആടാ. ഫാൻസി ഡ്രസ് തന്നെ. എടാ, ഓമ്പേ. ഈ തൊപ്പിയിട്ടാൽ ആളെ മനസ്സിലാവില്ലെന്ന് വിചാരിച്ചാ നീ. എന്റെ അടി, അടി, മാഷാവാ. അടിയെടാ, മുള്ളടിക്കല്ലേ. അയ്യോ പഞ്ചായത്ത് പ്രസിഡന്റ് പുതിയ വട്ടത്ത് കൊണ്ടുപോലെ ഓടി വരണേ. അയ്യോ അയ്യോ രക്ഷിക്കേ. അയ്യോ ഓടി വരണേ. അമ്മയും ബാങ്കും ഒക്കെ കൈവിട്ട സ്ഥിതിക്ക് ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗ്ഗം കാണുന്നുള്ളൂ. ആരെ ആശ്രയിക്കാതെ പണം ഉണ്ടാക്കാൻ പറ്റിയ ഒരു എളുപ്പ വിദ്യ. ഇവിടെ ഒന്ന് മനസ്സ് വെച്ചാ അത് പെട്ടെന്ന് നടക്കും. എന്താ അത്? മോഷണം. ചിലപ്പോ അത് തന്നെ ചെയ്യേണ്ടി വരും. എന്താ സംശയം ഉണ്ടോ നിനക്ക്? മോഷണക്കലയിൽ ജാലവിദ്യക്കാരനാണെന്നറിയാം. കോഴിയെ മോഷ്ടിക്കുന്ന ലാഘവത്തോടല്ലേ ഈ കള്ള എന്റെ മനസ്സ് മോഷ്ടിച്ചത്. അയ്യോ എന്താ? താൻ ഈ കണ്ണുകൊണ്ട് കണ്ടോ? ഈ കണ്ണുകൊണ്ടല്ലാതെ പിന്നെ ആ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുമോ? അയ്യേ. കൊത്തിച്ചിണക്കി നടക്കുന്ന രണ്ട് ഇണക്കോഴികളെ പോലെ അവർ മുട്ടിയൊരുമ്മി ഇരിക്കും. തലയിൽ പൂവില്ലാത്ത മുരളി എന്ന അങ്കവാൽ, വംശം നാടൻ, ഗിരിരാജ ഇനത്തിൽപ്പെട്ട പിട. നിർത്തണോ? ഒന്നും ഞാൻ പൂവനെയോ പടയോ രണ്ടിനെ ഒന്നവിടെ നിൽക്കണോ? എന്ത് വെട്ടിത്താടോ താ കാണിക്കാൻ പോണേ? ഭ്രാന്ത് പിടിച്ചോ തനിക്ക്? ഒന്നേ ഉള്ളടോ. ഒക്കെ സമ്പാദിച്ച അവക്ക് വേണ്ടിയാ. എന്നിട്ടിപ്പോ ഇങ്ങനെ അഴിഞ്ഞാടുക എന്ന് വെച്ചാ ഞാനിപ്പോ എന്താ ചെയ്യുക? തല്ലാനും കൊല്ലാനൊന്നും താനിപ്പം മെനക്കിടണ്ട. ചീഞ്ഞ് നാവിയ അതിന്റെ ദൂഷ്യം തനിക്ക. എടോ, കാശുള്ളവന്റെ വീട്ടിലെ അടുക്കളക്കാരി അറിയാനാ നാട്ടുകാർക്ക് താല്പര്യം. ഇതിപ്പോ താനായിട്ട് നാറ്റിക്കണ്ട. പിന്നെ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? താനിപ്പോ ഒന്നും ചെയ്യണ്ട. ഞാനത് കണ്ടിട്ടുമില്ല, താനത് കേട്ടിട്ടുമില്ല. എന്താ പ്രശ്നം? ഗോപാലൻ മുതലാളിയുടെ വീട്ടിൽ നിന്നും 50,000 രൂപ വിലമതിപ്പുള്ള ആഭരണങ്ങൾ കളപോയിട്ടുണ്ട്. മുരളിയെ സംശയമുണ്ട്. അയ്യോ അയ്യോ, ഞാൻ ആരുടെ ഒന്നും മോഷിച്ചിട്ടില്ല. അയ്യോ അമ്മേ, അയ്യോ അയ്യോ അമ്മേ, ദേ ഇവര് സാർ, ഞാൻ ഒന്നും മോഷിച്ചിട്ടില്ല സാർ. അയ്യോ സാർ, ഇത് നിന്റെ അരിപ്പാണോ? ആണോടാ? അതെ. ഗോപാലൻ മുതലാളിയുടെ വീടിന്റെ പിന്നാമ്പുറത്തെ പൈപ്പ് ലൈനിന്റെ ചുവട്ടിൽ നിന്നും തൊണ്ടിയായി കിട്ടിയ ചെരുപ്പാണത്. കേരള സാർ, ചെരുപ്പ് തന്നെ. സാർ, ഞാൻ മോഷിച്ചിട്ടില്ല സാർ. സാർ, കട്ടിട്ടായാലും 50,000 രൂപ ഉണ്ടാക്കുമെന്ന് അവൻ എന്നോട് പറഞ്ഞതാ. വൃത്തികെട്ട വാശി അവന്. തൊഴിലൊന്നും ഇല്ലാത്തപ്പോ നാട്ടുകാരോടും വീട്ടുകാരോടുള്ള ദേഷ്യത്തിന് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. സത്യത്തിൽ അവന്റെ ധൈര്യവും എടുക്കും അതായിരുന്നു നമ്മുടെയൊക്കെ പ്രചോദനം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുരളി അങ്ങോട്ട് നിരപരാധിയാണെന്ന് എനിക്ക് തോന്നണില്ല. എന്തായാലും ഇനി മാധവ ടീച്ചറുടെ കാര്യം ഓർക്കുമ്പോഴാ. ആശുപത്രിയിലേക്ക് പോണോ? വേണ്ട, വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് തന്നെ രക്ഷിക്കാൻ ഞാൻ ഉപദേശിച്ച സൂത്രം ഇപ്പൊ തനിക്ക് ശിക്ഷയായി. ടീച്ചർ വിഷം കഴിച്ചു. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ആരുടെയും പണ്ടോ പണമൊന്നും ഞാൻ മോഷ്ടിച്ചിട്ടില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ചീത്തപ്പേരുണ്ടാക്കിയാ എങ്ങനെ വേണമെങ്കിലും അമ്മേനെ ശിക്ഷിച്ചോളൂ.
കുഞ്ചോട്ടാ, ഈ ത്രിസന്ധ്യ സത്യമായിട്ട് പറയാ. കുഞ്ചോട്ടൻ ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ മാധവി ടീച്ചറെ പോലെ ഞാനും ആത്മഹത്യ ചെയ്യും. നീ എന്താ പറഞ്ഞത്? ഈ ദീപം സാക്ഷിയായിട്ട് പറയാ. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് വിശ്വട്ടിനൊപ്പേ ഉള്ളൂ. മരണമാണെങ്കിൽ അതും.